എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക, ബസൂക്ക, മിറാഷ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് സിനിമയിലെ നായകൻ. IFKയിൽ വന്ന സിനിമയാണ് പാൻ ഇന്ത്യൻ സ്റ്റോറി. ഇപ്പോഴത്തെ സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ വീക്കാണ് പാൻ ഇന്ത്യൻ സ്റ്റോറിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബോംബ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. അർജുൻ ദാസാണ് സിനിമയിലെ നായകൻ. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഈ ബോംബ് എന്ന സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് സിംപ്ലി സൗത്തിലാണ് OTT റിലീസ്. ചിലപ്പോൾ മലയാളം വെർഷനും വന്നേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഇഡ്ഡലി കട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധനുഷ് നായകനായ പുതിയ സിനിമയാണ് ഇഡ്ഡലി കട. ധനുഷ് തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അതായത് ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിൽ ഇഡ്ഡലി കടയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ദി കോഞ്ചറിങ് ലാസ്റ്റ് റൈറ്റ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലാണ് കോഞ്ചറിങ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തമ്പാച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പാനി ശരത്ത്, മാധവ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം ഭാഷയിൽ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് സണ്ണി സംസ്കാരി തുളസി കുമാരി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ദേവാൻ, ജാൻവി കപൂറാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നെറ്റ്ഫ്ലിക്സ് ആണ് തുളസി കുമാരിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഈ സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജോളി LLB 3 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അക്ഷയ് കുമാർ നായകന സിനിമയാണ് ജോളി LLB 3. ഈ സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നവംബർ മാസം 10-നാണ് ജോളി LLBയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മിറാഷ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് സസ്പെൻസ് നിറഞ്ഞ സിനിമയാണ് മിറാഷ്. മിക്സഡ് അഭിപ്രായമാണ് മിറാഷ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ജിത്തു ജോസഫാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മിറാഷ് തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT അവകാശം സോണി ലീവ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലാണ് മിറാഷ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വാർ 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹൃതിക് റോഷൻ, ജൂനിയർ NTR ആണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഹിന്ദി സിനിമയാണ്. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ വാർ 2 OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്കാണ് വാർ 2വിൻ്റെ OTT റിലീസ്. ഹിന്ദി, തെലുങ്കു, കന്നഡ, തമിഴ് തുടങ്ങി എല്ലാ ഭാഷകളിലും വാർ 2 ഇന്ന് രാത്രി 12 മണിക്ക് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. നിഖില വിമലും സിനിമയിലുണ്ട്. പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നല്ല കളക്ഷൻ ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തു. സിനിമ ഇറങ്ങിയിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. മനോരമ മാക്സ് നേരത്തെ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിൽ ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബസൂക്ക. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTയിൽ വന്നാലൊന്ന് കാണാൻ വേണ്ടിയാണ് ആരാധകർ നോക്കിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ബസൂക്ക റിലീസാക്കിയിട്ടില്ല. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഒരുപാട് സിനിമകൾ ഇതിനോടകം തന്നെ C5ൽ വന്നു കഴിഞ്ഞു. എന്നിട്ടും ബസൂക്ക റിലീസാക്കുന്നില്ല. ബസൂക്ക ഇനി OTTയിൽ വരില്ലെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. എന്നാൽ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിൽ C5ൽ ബസൂക്ക റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ബസൂക്കയിൽ മമ്മൂട്ടി തകർപ്പൻ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേരെ കാണാൻ നോക്കിയിരിക്കുന്ന സിനിമയാണ് തങ്കമണി. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTയിൽ വരുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ദിലീപും ഇതാപിള്ളയുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണിയിൽ പറയുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേരെ കാത്തിരിക്കുന്ന സിനിമയാണ് ലോക. 300 കോടിക്കടുത്ത സിനിമ കളക്ഷൻ നേടിക്കഴിഞ്ഞു. ഇതിനോടകം തന്നെ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുകയാണ് ലോക സിനിമ. നെസ്ലിൻ കല്യാണിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ലോക സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നേരത്തെ തന്നെ ദുൽഖർ സൽമാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലോകയുടെ OTT ഉടനെ ഉണ്ടാകുമെന്നാണ് അതിൽ പറയുന്നത്. ഒക്ടോബർ മാസം 15-നായിരിക്കും ലോക സിനിമ OTTയിൽ വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ലോക സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.
ഇതുപോലത്തെ ഒരിക്കലും വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.